ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം ലീഡ്സ്. ഞാൻ രശ്മി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി പൊട്ടാറ്റോ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 15 മിനിറ്റ്സിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പൊട്ടാറ്റോ വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു പ്രഷർ കുക്കറിലേക്ക് ഒരു 3 മീഡിയം സൈസ് പൊട്ടാറ്റോ ക്യൂബ്സ് ആക്കി അരിഞ്ഞത്, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വേവിച്ച് മാറ്റി വെച്ച ശേഷം വേണം നമ്മൾ കറി ഉണ്ടാക്കി തുടങ്ങാനായിട്ട്. നമുക്കൊരു പാൻ ചൂടാകാൻ വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വറ്റൽമുളകും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി 1 ടീസ്പൂൺ അരിഞ്ഞതാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 വലിയ പച്ചമുളക് ഇങ്ങനെ സ്ലൈസ് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായി അരിഞ്ഞ് ചേർക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് സവാളയാണ് ചേർക്കേണ്ടത്. സവാള ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒരുപാട് അങ്ങ് ബ്രൗൺ ആയി വരണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി. നമുക്ക് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഉള്ളി അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മതി, നമുക്ക് ബ്രൗൺ ആയി പോകണ്ട. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ, കായപ്പൊടി ഒരു നുള്ള് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 10 സെക്കൻഡ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പൊട്ടാറ്റോ ആണ്. അത് ഞാൻ ഒരല്പം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. വെള്ളവും കുറച്ച് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കൺസിസ്റ്റൻസി എത്ര വേണോ അതനുസരിച്ച് വെള്ളം ചേർക്കാം. അപ്പോൾ ഇതൊരുപാട് അങ്ങ് വെള്ളം പോലത്തെ കറിയായിട്ടല്ല ഞാനിന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരല്പം വെള്ളം മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഫുൾ ഉടയ്ക്കേണ്ട, കുറച്ച് കഷ്ണങ്ങളൊന്ന് ഉടച്ചെടുക്കാം. അത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതൊരു 1 മിനിറ്റത്തേക്ക് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം ലോ ഫ്ലെയിമിൽ. 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നന്നായി തിളച്ച് മസാല എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് അടുത്ത് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ചേർക്കുന്നുണ്ട് ഇവിടെ. തിക്ക് ആയിട്ടുള്ള തേങ്ങാപ്പാലാണ്. അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഒരു 10 സെക്കൻഡൊക്കെ ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.